ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഖവാത്തിറൊക്കെ വരുമല്ലോ, പല ചിന്തകൾ. ആ ചിന്തകൾ വരുമ്പോ അപ്പൊ ഓർക്കൽ ശംസുലമയാണ്. ശംസുലമാനെ മനസ്സുകൊണ്ട് ഓർത്താല് ആ ഖവാത്തിരകളൊക്കെ അവിടെ ഇല്ലാതെയാകും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. അസ്തമയത്ത് ശംസുലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഖവാത്തിറൊന്നും ഉണ്ടാവുകയില്ല. ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യല്. ബഹുമാനപ്പെട്ടവരെ ഓർക്കുമ്പോ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും. അല്ല ഉസ്താദേ, നിങ്ങളെ തലയെ കെട്ടും നിസ്കാര ടൈമും തൊപ്പിയും താടിയും കൊണ്ടുവന്നേ ഈ സമുദായം നന്നാവൂല. ചിലതൊക്കെ മാതൃകയായി തന്നെ കാണിച്ചെടുക്കണം. നമ്മൾ നിസ്കരിക്കുന്നിടത്തിൽ നമ്മളെ മനസ്സിലേക്ക് എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം ശരിയാകുമോ? അല്ല, ഉസ്താദ് പറയും, ഇതാണോ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഉസ്താദ് പഠിപ്പിച്ച മക്കളൊക്കെ സ്ഥിതി എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് ഇത് കമൻറ്റ് പറഞ്ഞു തരണേ. എന്താ, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും മനസ്സിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നിസ്കാരം ശരിയാവുന്നുള്ളത്? ഇത് കേട്ടിക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുക? ഓക്കെ, എല്ലാം നടക്കട്ടെ. കലികാലം